എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. മരീസ്ഥാനത്തിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മരീസ്ഥാനം 27 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. ഇങ്ങനൊരു പ്രോഗ്രാമിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വരുന്നത്. കാരണം നമുക്കിവിടെ 600ഓളം ആളുകൾ താമസിക്കുന്ന ഒരു ഗ്രൂപ്പാണ് മരീസ്ഥാനം. പലതരത്തിലുള്ള ആൾക്കാർ, അമ്മയും കുഞ്ഞുങ്ങളും, മാനസിക രോഗികളായ അമ്മയുടെ മക്കൾ, അവരെല്ലാം പഠിക്കുന്നുണ്ട്. അതുപോലെ പഠിച്ച് ജോലിയായി പോയ കുട്ടികളുണ്ട്, വയോജനങ്ങൾ താമസിക്കുന്നുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, സ്കിസോഫ്രീനിയ ബാധിതരുണ്ട്, ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ, വികലാംഗർ, ഫിസിക്കലി ഡിസേബിൾഡ്, അതുപോലെ മെൻ്റൽ റിട്ടാർഡഡ്, അതായത് മാനസിക സ്ഥിരതയില്ലാത്ത ആളുകൾ, ആൽക്കഹോളിക് അഡിക്ഷൻ. ഇപ്പം ഇങ്ങനെ വിവിധങ്ങളായ പ്രോജക്റ്റുകളാണ് മരീസ്ഥാനത്ത് നടക്കുന്നത്. ഇതിലേക്കെല്ലാം ആവശ്യമായ ജോലി ചെയ്യുന്ന ആളുകൾ 53 പേരാണ്. 75ഓളം വോളണ്ടിയേഴ്സും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു 120ഓളം ആളുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നു. സാധാരണ ഒരു പ്രൈവറ്റ് സെക്ടറിലുള്ള ഹോസ്പിറ്റലാണെങ്കിൽ ഇവർക്കെല്ലാം പേയ്മെൻറ്റ് കൊടുക്കണം. പക്ഷെ എന്നാൽ പ്രൊഫഷണലായിട്ടുള്ള എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നു. 7.5 ലക്ഷം രൂപയോളം ഒരു മാസം നമുക്ക് ശമ്പളം വരുന്നുണ്ട്. പോയ വർഷങ്ങളിലൊക്കെ നമുക്ക് വടക്കേ ഇന്ത്യയിൽ നിന്നൊരു കമ്പനിയുടെ CSR ഫണ്ടാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഏപ്രിൽ മാസം മുതൽ നമുക്കത് ലഭിക്കുകയില്ല. കാരണം അവർ സൗത്ത് ഇന്ത്യയിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ക്രൈസിസിലേക്ക് പോകുന്നു. എന്നാൽ ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. പോലീസ് ഓഫീസേഴ്സും തദ്ദേശ സ്വയംഭരണ നേതാക്കന്മാർ, പഞ്ചായത്ത് മെമ്പർ, പ്രസിഡൻറ്റ്, മുനിസിപ്പൽ ചെയർമാൻ, പാലായിൽ നല്ല സമീപ പ്രദേശങ്ങളിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നും മിനിസ്റ്റർമാർ, MLA മാരും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നു. അവരൊക്കെ പറയുന്നത് യാഥാർത്ഥ്യങ്ങളാണ്. യാതൊരു നിവൃത്തിയില്ലാത്ത ഒരാളാണ്, എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം മരീസ്ഥാനം കൊടുക്കുന്നുണ്ട്. ഈ മാസം തന്നെ നമുക്ക് 21 അഡ്മിഷനും 25 ഡിസ്ചാർജും നടന്നിട്ടുണ്ട്. ഈ രണ്ട് പേര് മരിച്ചു പോയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വീടുകളിലേക്കും സ്വസ്ഥമായ മേഖലകളിലേക്ക് തിരിച്ചു പോയതാണ്. അപ്പോൾ തുല്യമാണ്. വാർഷിക തലത്തിലെടുത്താലും 300 അഡ്മിഷൻ ഉണ്ടെങ്കിൽ 350 ഡിസ്ചാർജ് ഉണ്ടാവും. എന്നാലും നമുക്ക് ഈ ഓവർ ക്രൗഡിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അതിന് വേണ്ട ബാക്കി ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ പഞ്ചായത്ത് ഓരോ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്നു. 3-4 സ്ഥാപനങ്ങൾ തുടങ്ങേണ്ടതായിട്ടുണ്ട്. ഇവിടെ എല്ലാം കൂടിയുള്ള സ്റ്റാഫിൻ്റെ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും രൂപയുടെ ഒരു ചലഞ്ച് നമ്മൾ നേരിടുകയാണ്. അതിന് ഏതെങ്കിലും കമ്പനികളുടെ CSR ഫണ്ട് കിട്ടിയെങ്കിൽ മാത്രമേ നടക്കൂ. അല്ല ഒരു സ്വകാര്യ വ്യക്തിക്കോ ഒരാളെ കൊണ്ടൊന്നും എന്നെ കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമല്ല. ഇതെല്ലാം ദൈവകൃപയിൽ ആശ്രയിച്ചാണ് പോണത്. ദൈവം സ്നേഹമാണെന്നും ദൈവം കരുണയാണെന്നും ദൈവം നീതിയാണെന്നും ദൈവം സത്യമാണെന്നുമുള്ള വിശ്വാസമാണ് മരീസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം. നമുക്കാവശ്യമായ കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിക്കും. ഈ മാസവും വളരെ പ്രതിസന്ധിയിലാണ് സാലറി കൊടുക്കാൻ ഇവിടുത്തെ ആളുകൾക്ക്. എന്നാലും അത് കൊടുത്തു തുടങ്ങി. അത് കൊടുക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം ദൈവത്തിലുണ്ട്.